ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫോർമേഷൻ പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ NDA എക്സാമിനെ കുറിച്ച്, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമി എക്സാമിനെ കുറിച്ചും അതിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ +1 +2 കഴിഞ്ഞിരിക്കുന്ന അത്യാവശ്യം രാജ്യസ്നേഹമുള്ള കുറച്ച് ഡെഡിക്കേറ്റഡ് ആയ കുട്ടികളെ എയിം ചെയ്ത് നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയാൽ കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഇന്റർവ്യൂ, ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ NDA പൂനെ കഥക് വാസിലയിലെ NDA നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ അക്കാദമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർമി, നേവി, എയർഫോഴ്സ് എന്നീ 3 സെക്ടറിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു അക്കാദമിയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. അപ്പൊ നമുക്ക് ഈ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ കയറുവാനായിട്ട് NDA എക്സാം എഴുതണം. +1 +2 കഴിഞ്ഞിട്ട് NDA എക്സാം എഴുതാം. അത് കഴിഞ്ഞിട്ട് SSB ഇന്റർവ്യൂ ഉണ്ടാവും. അതും കഴിഞ്ഞ് മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 4 വർഷത്തെ ട്രെയിനിങ് ഉണ്ടാവും. അതിലെ ആദ്യത്തെ 3 വർഷവും ആർമി, നേവി, എയർഫോഴ്സ് എന്നീ 3 പേരെയും ഒരുമിച്ച് ഇരുത്തിയിട്ടാവും ട്രെയിനിങ് കൊടുക്കുന്നു, പഠിപ്പിക്കലൊക്കെ ചെയ്യുന്നത്. പിന്നെ 4ാമത്തെ വർഷമായിരിക്കും ഇവരെ 3 പേരെയും സെപ്പറേറ്റ് ആക്കാം. എന്നിട്ട് ആർമിക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കും, നേവിക്കാർക്ക് അങ്ങനെ, എയർഫോഴ്സുകാർക്ക് അങ്ങനെയായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കും. അതുമാത്രമല്ല, വിലമതിക്കാനാവാത്ത വിധം ഫെസിലിറ്റീസ് നാഷണൽ ഡിഫൻസ് അക്കാദമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ ട്രെയിനിങ്, ജിം. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് പ്രവേശനം ലഭിക്കാൻ നമ്മൾ ആദ്യം NDAയുടെ എക്സാം എഴുതണം. ഈ എക്സാം നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻസ് ആണ്, അഥവാ അതിന്റെ ചുരുക്കപ്പേരിൽ നമ്മൾ UPSC എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു ടെസ്റ്റില് 2 പേപ്പേഴ്സാണുള്ളത്. ഒന്ന് മാത്സിന്റെയും മറ്റൊന്ന് GAT അഥവാ ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഇതില് ഈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 നേരമായിട്ടാവും നടത്താം. ആദ്യത്തെ 2 നേരം എന്ന് പറയുമ്പോൾ രാവിലെയും നേരവും ഉച്ചയ്ക്ക് ശേഷമുള്ള നേരവും. അതില് രാവിലത്തെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ മാത്സും നടത്തും, ഉച്ചയ്ക്ക് ശേഷം GAT അഥവാ ജനറൽ എബിലിറ്റി ടെസ്റ്റ് നടത്തും. ഈ മാത്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ +1 +2 പഠിച്ച സിലബസ് ഉൾപ്പെടുന്ന പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് മാത്സിൽ തരാം. അത് മാത്രമല്ല, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും മാത്തമാറ്റിക്സിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായി വരാം. അപ്പോൾ +1 +2 നമ്മൾ മാത്സ് അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് മാത്സിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം. GATയിലെ കാര്യം പറയുകയാണെങ്കിൽ GATയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ബേസിക് സയൻസ്, അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പെടും. പിന്നെ വരുന്നത് സോഷ്യൽ സ്റ്റഡീസ്, അതായത് ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്സ്. പിന്നെ വേറെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ മാർക്കിങ് നോക്കുകയാണെങ്കിൽ മാത്സിൽ നമുക്ക് 300 മാർക്കും GATയിൽ നമുക്ക് 600 മാർക്കുമാണ്. അപ്പൊ ടോട്ടൽ NDA റിട്ടൺ എക്സാമില് നമുക്ക് 900 മാർക്കാണ്. അപ്പോൾ 900 മാർക്ക് എന്ന് പറയുമ്പോൾ മാത്സില് കട്ട് ഓഫ് 75 മാർക്സ് ആണ്. ഔട്ട് ഓഫ് 300 75 മാർക്സ് മതി മാത്സിൽ കട്ട് ഓഫ് നേടാൻ. അതുപോലെ തന്നെ GATയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 300 എബോവ് വാങ്ങിയാലേ നമുക്കൊരു സേഫ് സ്കോർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാത്സിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ശരിയായ 2 ആണ് നമുക്ക് മാർക്ക് ആഡ് ആയി വരാം. അതുപോലെ തന്നെ GATയിൽ ഒരു ക്വസ്റ്റ്യൻ ശരിയായ നമുക്ക് ആഡ് ആയി പെടുന്നത് 4 മാർക്കാണ്. അപ്പോൾ ഈ GATയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഇംഗ്ലീഷ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ 50 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ ടോട്ടലി നമുക്ക് ഇംഗ്ലീഷിൽ 200 മാർക്ക് ആണ് ടോട്ടൽ ഉള്ളത്. ബേസിക് സയൻസിന്റെയും സോഷ്യൽ സ്റ്റഡീസിന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും കൃത്യമായിട്ട് നമുക്ക് ഇത്ര മാർക്കിനാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബേസിക് സയൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക, ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. ഇപ്പൊ ഞാൻ NDA റിട്ടൺ എക്സാമിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി റിട്ടൺ എക്സാം പാസ്സായാൽ
നമുക്ക് അടുത്ത കടമയാണ് SSB ഇന്റർവ്യൂ. അതായത് സർവീസ് സെലക്ഷൻ ബോർഡ് എന്നാണ് SSBയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ SSB ഇന്റർവ്യൂ എന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റാണ്. ഓക്കെ, അപ്പൊ ഈ പേഴ്സണാലിറ്റി അളക്കുന്ന ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടൺ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരും. SSBക്കുള്ള ഒരു കാൾ ലെറ്റർ വരും. അപ്പോൾ നമുക്ക് ഇന്ന SSB സെന്റർ ആണ് കിട്ടിയിരിക്കുന്നത് മനസ്സിലാകും. അപ്പൊ നമ്മൾ SSB സെന്ററിലേക്ക് പോകും. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളെ 2 ടെസ്റ്റാണ് നടത്തുന്നുണ്ടാവുക. മിക്കവാറും അത് OIR-ഉം PPDT ആവും. OIR എന്ന് പറയുമ്പോൾ ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റും PPDT എന്ന് പറയുമ്പോൾ പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്നാണ്. ഈ 2 ടെസ്റ്റ് നമ്മൾ പാസ്സായാലാണ് നമുക്ക് അടുത്ത അതിൽ SSB ഇന്റർവ്യൂവിൽ നിന്ന് കുറെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ OIR-ഉം PPDT ടെസ്റ്റും. അപ്പൊ ഈ 2 ടെസ്റ്റ് നമുക്ക് പാസ്സായാലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, ഗ്രൂപ്പ് ടാസ്ക്, GTO, അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടാവും. ഫൈനലി അല്ല, അതിന്റെ മുമ്പേ നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതിനൊക്കെ ശേഷമാണ് മെഡിക്കൽ നടക്കുക. അതായത് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഒക്കെ നടക്കും. ലാസ്റ്റ് മെഡിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് തോന്നുന്നു. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് നടന്നതിന് ശേഷം നമുക്ക് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ആക്കും. മെഡിക്കൽ ലിസ്റ്റിലൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അവസാനം നമ്മൾ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ആക്കും. അപ്പം മെറിറ്റ് ലിസ്റ്റിൽ കുറെ SSB ഇന്റർവ്യൂ പാസ്സായവരുടെയൊക്കെ പേരുണ്ടാകും. ഒരു ലിസ്റ്റ് ആക്കിയിട്ട് തന്നിട്ടുണ്ടാവും. അതിലെ ആദ്യം വരുന്ന 400 പേരെക്കാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുവാൻ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക. ഇനി അഥവാ ആ 400 പേരിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു കോഴ്സ് വേണ്ടാന്ന് പറഞ്ഞ് മാറുകയാണെങ്കിൽ, ഇപ്പോ 400-ന് താഴെയുള്ള റാങ്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവർക്കൊക്കെ കയറി വരാം. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ നാഷണൽ ഡിഫൻസ് അക്കാദമി പ്രവേശനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേഷനുമായിട്ട് ഞാൻ പുതിയ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.